ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിലപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഈസി അവലപ്പാണ് കേട്ടോ. അവല് ചേർത്തിട്ടുള്ള ഒരു അപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതേ കപ്പിൽ തന്നെ അരിപ്പൊടി നമുക്ക് അളന്നെടുക്കാം. 3/4 കപ്പ് അവല് ചേർത്താലും മതി കേട്ടോ, എന്നാലും പെർഫെക്റ്റ് ആയിരിക്കും. അവലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പോൾ ഇതാ ഈ പാക്കറ്റിൽ തയ്ച്ചില്ല കേട്ടോ, അപ്പോൾ വേറെ പാക്കറ്റ് എടുത്ത് പൊട്ടിക്കട്ടെ. അപ്പോൾ അതേ കപ്പ് തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് അവലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അപ്പത്തിൻ്റെ ഇതും മാറും കേട്ടോ, സ്ട്രക്ചറും മാറും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില അവലുണ്ടാവില്ല നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകണ അവല്, അങ്ങനത്തെ അവലാവുമ്പോൾ ചിലപ്പോൾ അപ്പത്തിനൊരു സ്റ്റിക്കിനെസ് വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചുട്ടിട്ട് മേലെ ഇടാതിരുന്നാൽ മതി. കുറച്ച് സമയം ഒരു 10 സെക്കൻഡ് വെക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആവുമല്ലോ മേൽഭാഗം. അങ്ങനെ അതിൻ്റെ ശേഷം കാസറോൾക്കോ പാത്രത്തിക്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ തരിയായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതന്നെ എടുക്കുക. ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. അതിക്ക് ഒരു 2.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം അധികം ആവശ്യം ഇല്ലാത്തവർക്ക്, ഇഷ്ടമില്ലാത്തവർക്ക് 1.5 സ്പൂണൊക്കെ ആക്കാം. പക്ഷേ മധുരം ഇടാതിരിക്കരുത്. പഞ്ചസാര ഉണ്ടെങ്കിലാണ് ഈസ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ ശരിക്ക്. അപ്പോൾ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്, കുറച്ച് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയണേ, അവലിൻ്റെ ഇതനുസരിച്ചാവും, സ്വഭാവം അനുസരിച്ചായിരിക്കും അപ്പത്തിൻ്റെ സ്വഭാവം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ സ്കൂൾക്ക് കുട്ടികളെ വിടണേയും ഒക്കെ ആൾക്കാരാവുമ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ ഇന്ന കുറ്റം പറയരുത്. അപ്പോൾ നിങ്ങൾ അവൽ നോക്കിയിട്ട്, എനിക്ക് തന്നെ കുറേ താമസം പിടിച്ചിട്ടുണ്ട് അവലിൻ്റെ ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ. നമ്മൾ അവലിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോണ അവലുണ്ടല്ലോ, ആ അവലാവുമ്പോൾ നമ്മൾ അവലിൻ്റെ അളവ് കുറക്കണം. മറ്റ് അല്ലാത്ത അവലാവുമ്പോൾ നമുക്ക് ഒരു കപ്പിന് ഒരു കപ്പ് അവൽ തന്നെ ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഒരു 3/4 കപ്പ് അവൽ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിൽ. അത് ഒന്ന് മിക്സ് ആവാൻ മാത്രം. നിങ്ങൾക്കറിയാലോ വെള്ളവിൽ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരിക. എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് ദോശൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, തട്ട് ദോശ ഉണ്ടാക്കുന്ന കുറച്ചൊരു കട്ടിയിലുള്ള ആ ഒരു പരുവത്തിൽ വെക്കുക കേട്ടോ. ഇത് 1 മണിക്കൂർ മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചുട്ടു തുടങ്ങാം. 1 മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ 1 മണിക്കൂർ എന്തായാലും മാവ് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അപ്പാണ്. ഇത് ഇറച്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിക്കറിയാണ് ഇതിലേക്ക് ഏറ്റവും കോമ്പിനേഷന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് പിന്നെ ചെയ്യട്ടോ. ഞാൻ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സും എൻ്റെ എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ പ്രാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരരുതെന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ പറയണത്, വേറെ ഒന്നുമല്ല. ഉണ്ടാക്കി ശരിയാവുകയാണെങ്കിൽ ഇത്ര ഈസിയുള്ള ഇത്ര ടേസ്റ്റുള്ള ഒരു അപ്പം വേറെ ഇല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാനും പറ്റും. രാവിലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കല്ലേ, നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ ചെയ്യാം. പക്ഷെ ചെയ്തൊന്ന് നമുക്ക് അതിൻ്റെ ഐഡിയ ഒന്ന് മനസ്സിലാവാണ്ട്, അവലിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതൊന്ന് പിടികിട്ടാണ്ട്. അപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും ചുട്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് എപ്പോഴും വരുന്ന അതിഥി, ഒരു അണ്ണാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, മൂപ്പരാണിത്. ഇന്നിപ്പോൾ എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടാ. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു 1.25-1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ, കളക്ടർ മഴ കാരണം
അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സമാധാനത്തിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷേ കാക്കാക്ക് അപ്പോക്കിന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് പെട്ടെന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഊതുതിരി കത്തിച്ച് വെക്കട്ടെ ആദ്യം. ഒരു കിച്ചൺ ഫ്രഷ്നെസ്സാണ്. അപ്പം ഞാനിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ റെസിപ്പി ഒരുവിധം ആൾക്കാരൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും എന്നുള്ളത് ഞാൻ പറയണമല്ലോ. ഞാൻ തന്നെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മാവ് നല്ല ഫെർമെൻ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇത് പഠിച്ചു വരെ നമുക്ക് അവലിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് പിടി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഈ ഒരു അളവിലുള്ള മാവ് കൊണ്ട് നമുക്കൊരു 18-20 അപ്പം വരെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കറി ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഞാൻ ബീഫ് മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. അതിലിനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ. ഈ ഒരു അപ്പത്തേക്ക് ഏതെങ്കിലും ഇറച്ചിക്കറിയാണ് കേട്ടോ ഏറ്റവും കോമ്പിനേഷന്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്താണെങ്കിലും ഇറച്ചിക്കറിയാണ് ഏറ്റവും കോമ്പിനേഷന്. ഗ്രീൻ പീസോ ഉരുളൻകിഴങ്ങോ ഒക്കെ പറ്റും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷന് ആ ഒരു ഇറച്ചിക്കറി കൂട്ടി കഴിക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്തൊന്ന് ശരിയാവുണ്ടോ നോക്കുക, പിന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കട്ടെ. കൂടുതൽ ഉണ്ടാക്കാതെ കുറച്ചുണ്ടാക്കി ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനതാണ് കേട്ടോ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഇതുവരെ ഷെയർ ചെയ്യാതിരുന്നത്. ഇന്ന് ഞാൻ ഇത് ഷെയർ ചെയ്യണം വിചാരിച്ചല്ല. കാരണം വെച്ചാൽ എനിക്ക് തന്നെ ഇത് ശരിയായി കിട്ടാൻ, ഞാൻ പിടുത്തം കിട്ടാൻ കുറച്ചൊരു പണിപ്പെട്ടുകണ്. ഞാൻ ആദ്യം ഈ അപ്പം കഴിക്കുന്നത് ഞങ്ങൾ ചിക്ക്മാംഗ്ലൂർ പോയ സമയത്ത് അവിടെ റിസോർട്ടിൽ നിന്നാണ് കേട്ടോ. അവരോട് ചോദിച്ച റെസിപ്പി ആയിരുന്നു. അപ്പോൾ ആദ്യം എനിക്കും ശരിയായിരുന്നില്ല, പിന്നെ എനിക്ക് മനസ്സിലായി അവളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് അപ്പത്തിന് സ്റ്റിക്കിനെസ് വരുന്നതെന്ന്. വേറെ പ്രശ്നമൊന്നും വരാനില്ല. അപ്പം മേലെ ഇടാതെ ഒക്കെ വെച്ചാൽ മതി എന്നേ ഉള്ളൂ, കുറച്ച് സമയം. പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ പാന് വെക്കണുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പാന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക്. ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കാറുള്ളൂ ഇപ്പോൾ. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാന് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ബീഫ് റോസ്റ്റിനുള്ള കടായും വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിയ പാന് വെക്കുകയാണെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. ഇപ്പോൾ കാക്ക എണീറ്റ് വന്നിട്ടുള്ളൂ, കാക്കാക്കുള്ള ചുട്ട് കൊടുക്കും. മോൻ എണീറ്റിട്ടില്ല, മോൻ എണീറ്റിട്ടേ ഞാൻ മോനുള്ളത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ പാന് വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ പാന് വെച്ചതാണ്. സംസാരിക്കണ ഇടയിൽ കൂടെ ശബ്ദം അടഞ്ഞ് വരുന്നുണ്ട്. അതാണ് കട്ട് ചെയ്ത് സംസാരിച്ച് അങ്ങനെ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. തൊണ്ടൻ്റെ ആ കിച്ച് അങ്ങോട്ട് മാറിയിട്ടില്ല. സംസാരിക്കുമ്പോൾ അപ്പം അങ്ങനെ ചുമ വരികയാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക, തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് വെക്കണ മീറ്റ് മസാല ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വെക്കുന്നത്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുണ്ടാവും. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ബീഫ് ഇട്ട് കൊടുത്താൽ കറി റെഡി ആയിട്ടാണ്. നമ്മളങ്ങനെ വേവിച്ച് വെച്ചാൽ നമുക്ക് ഈസിയാണ്. ഞാൻ അന്ന് ബീഫ് വേവിച്ച് വെച്ചത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വ്ളോഗ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനതിൽ മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രമാണ് ഇട്ടിട്ടത്, ഉപ്പും അല്ലാതെ തക്കാളിയോ ഉള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ചെയ്ത് വെച്ചാൽ അങ്ങനെ പല പല കറികളായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതാ ചായക്കും വെച്ചിട്ടുണ്ട്. കാക്ക അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അതാണ് പെട്ടെന്ന് ചെയ്യണത്. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. ഈ പാന് ഞാൻ കുറച്ചായിട്ടുണ്ട് എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു തുള്ളി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമില്ല ശരിക്ക്, ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്യാറില്ല. പക്ഷേ കുറച്ചായിട്ടുണ്ടല്ലോ യൂസ് ചെയ്തിട്ട് പാന്. അപ്പോൾ എനിക്കൊരു സംശയം ഇനി കിട്ടാതിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇത് എല്ലാ പ്രാവശ്യമൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദോശ തവിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയണിൻ്റെ, അതൊക്കെ ആണെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വരും. ഇതങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തട്ടുകടയിൽ ദോശ ഒഴിക്കണം കണ്ടിട്ടില്ലേ, പരത്താതെ, അതേപോലെ കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ആരെടുത്ത് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഈ അപ്പം. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ അവൽ ശരിയാവണം കേട്ടോ, അല്ലെങ്കിൽ ആകെ പണി കിട്ടും മീൻസ് ഒരു സ്റ്റിക്കിൻ ആവും, അത്രയേ ഉള്ളൂ. ഇതാ ഉള്ളി നല്ലോണം വാടി ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഉള്ളിക്കും തക്കാളിക്കും മാത്രം. നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി മസാല ഇട്ട് വേവിച്ച് വെച്ചാണല്ലോ. അപ്പോൾ ഈ ഒരു ഉള്ളി തക്കാളിക്കുള്ള മസാല മാത്രം ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല മാത്രം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഇളക്കി ഒന്ന് ബീഫും ആ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ ഒന്ന് ജോയിൻ്റ് ആവണ വരെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ റെഡി ആയാൽ കാക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോൻ എണീറ്റിട്ടാണ് ഞാൻ മോനുള്ളത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കാക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ഞാനിതാ അപ്പം ഇങ്ങനെയാണ് കേട്ടോ. ഈ അപ്പം ഫസ്റ്റത്തെ ട്രിപ്പ് എടുക്കുന്നത് ക്യാമറയിൽ പെട്ടില്ല കേട്ടോ. ഞാനിതിങ്ങനെ ഒരുപാട് ടൈം വീഡിയോ ഓണാക്കി വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്യും. അതിൽ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പ് പോവുകയും ചെയ്യും കേട്ടോ. സ്ഥിരമുള്ളൊരു കലാപരിപാടിയാണ് ഇപ്പോൾ അത്. അത് കൂടെ പെട്ടെന്ന് എണീറ്റ് നിനക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വെപ്രാളാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ക്ലിപ്സൊക്കെ പോകും. ഭയങ്കര സങ്കടമാണ് അങ്ങനെ ആകുമ്പോൾ. ഇപ്പോൾ ഇത് ഞാൻ എടുക്കണത് കാണിച്ചു തരാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. എന്തുണ്ടാക്കും എന്നുള്ള ഒരു ടെൻഷനാണ് എപ്പോഴും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. രാവിലത്തേക്ക് ആരും പരീക്ഷണങ്ങളൊന്നും നടത്തരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടോ ഈ അപ്പം ഉണ്ടാവുക. നല്ല ഹോള് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പൊങ്ങി ഇങ്ങനെ ഹോളായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ. നിങ്ങൾ അവലെടുത്തിട്ട് കഴുകി നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോണ അവലാണെങ്കിൽ മുഴുവനായിട്ട് അവൽ ചേർക്കണ്ടെന്ന് വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാതി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇതെങ്ങനെ ഹോള് വന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ അവലിൻ്റെ ഈസ്റ്റിൻ്റെ ഒക്കെ കൂടെ ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ ഇതാ കാക്ക പോയി. ഇപ്പോൾ മോൻ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ അതാ ചെറിയ പാൻ വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും മോനും ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ വലിയ പാനാകുമ്പോൾ ഒരുപാട് ടൈം വേണമല്ലോ ചൂടാവാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യം ശരിക്കും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ആ പാൻ വെച്ചതാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് ഗ്യാസ് കുറേ ലാഭിക്കാമല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കിയെടുക്കാം. അതാകുമ്പോൾ പാന് ചൂടാവാൻ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അതാ പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ ചെറിയ പാനിൽ ഒഴിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നിനിപ്പോൾ റാൻഡമായിട്ടൊരു ക്ലീനിങ് ഒക്കെ ചെയ്യണം. ഇന്നലെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ പണീൻ്റെ ഇടയിൽ ഇട്ട് ഷോപ്പിങ്ങിന് പോയിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിയണ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ വ്ളോഗ് എല്ലാവരും മിസ് ചെയ്യാതെ കാണട്ടോ. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടോ. ഷെയർ ചെയ്താലാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാർക്ക് എത്തുള്ളൂ. ഞാൻ എന്തായാലും ഇത്രയും എഫോർട്ട് എടുത്ത് ചെയ്യല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടണ്ടേ. അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഒരു ഇൻസ്പിറേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി. ഒന്ന് അടുക്കി പെറുക്കി ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടോയ്സൊക്കെ ഞാനിപ്പോൾ പറമ്പ് കൊണ്ടുപോയിടുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ കുറേയൊക്കെ മൂപ്പര് പെറുക്കി വെച്ച് ബാക്കി ഞാനും പെറുക്കി വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഒന്നാണ്ട് അടിക്കണം. പൊടി വളരെ കുറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണല്ലോ. നല്ല മഴയുണ്ട് ഇവിടെയൊക്കെ. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ പൊടി നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ. മഴ പെയ്താൽ പിന്നെ പൊടി കുറേയൊക്കെ ഒന്ന് കുറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു കമ്പനി ഉണ്ടാവും നല്ല പൊടി വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ കുറവാണ് പൊടി. അപ്പോൾ ഒന്ന് അടിച്ചു വരുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ തുടക്കണമൊന്നുമില്ല. പിന്നെ കുറേ അലക്കാട്ടുണ്ട്. അതാണ് നിങ്ങൾ നേരത്തെ ഞാൻ അണ്ണാനെ കാണിച്ചു തന്നപ്പോൾ ടേബിളിൽ കണ്ടത്. അലക്കാൻ സ്റ്റോക്ക് വെച്ചതുകൊണ്ട് അലക്കിക്കൊണ്ടിരിക്കണമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടും ഒക്കെ വേണം. അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്നൊക്കെയുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഷോപ്പിംഗ് ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ വ്യൂസ് കുറവാണ് തോന്നാറുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിലും ഷോപ്പ് ചെയ്യുന്നൊന്നും ഞാൻ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അത് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു. പിന്നെ കുറച്ച് സമയം മോൻ്റെ കൂടെ ഇരുന്ന് അവനെ കുറച്ച് എഴുതിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതൊക്കെയായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ജോലി കേട്ടോ. ഇന്നിപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. ചോറും കറികളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറേ ഉപ്പേരി ഇതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു സ്റ്റോക്ക്, അതൊക്കെ എടുത്ത് ചൂടാക്കി ചോറ് വെച്ചു ഒക്കെ ചെയ്തു. അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഭയങ്കര ലെങ്തി ആയാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എഡിറ്റ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ കൂടുതൽ ലെങ്തി ആയാൽ നിങ്ങൾക്ക് കാണാനും ബോറടി ആയിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്ത് വരുന്നതിനനുസരിച്ച് എൻ്റെ വീട്ടിലെ ജോലികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചൊന്നും പോകില്ല. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഒന്നും ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നും വരില്ല. അപ്പോഴും നിങ്ങളെൻ്റെ വീഡിയോസ് കാണാൻ കേട്ടോ. നിങ്ങൾ കാണൽ നിർത്തി പോകരുത്. ഞാൻ എങ്ങനെയായാലും 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അത് നിങ്ങളെ പ്രോത്സാഹനം കൂടി അനുസരിച്ചാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക, കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ആ ഒരു റിയാക്ഷനൊക്കെ കാണുന്നതാണ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ. കമൻറ്റ് കൂടിയും ലൈക്ക് കൂടിയും വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിന് എനിക്കനുസരിച്ച് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എനിക്ക് ഭയങ്കര സങ്കടമാണ് വ്യൂസ് കുറയുമ്പോൾ. കൂട്ടി കൊണ്ടുവരുന്ന വ്യൂസ് ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമമാണത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോ ഒരു മൂഡ് ഓഫാണ്. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ ഉണ്ട് റെഡിയാക്കലാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇത് വിരിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറും. അപ്പോൾ ഇനി വീണ്ടും നാളെ ഒരു വ്ളോഗായിട്ട് പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് പുതിയ ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് നാളെ വീണ്ടും ഒരു വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.